ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിലെ 2-ാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവൻഗേലിയോൻ ധ്യാനത്തിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നോമ്പിലെ ഞായറാഴ്ചകളിൽ സഭയായി നമുക്ക് നൽകുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗങ്ങളെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്ന ചില ഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് വായനയ്ക്കായി നൽകുന്നത്, ധ്യാനത്തിനായി നൽകുന്നത്? അത് നമ്മെ ഒരു കാര്യമാണ് പ്രധാനമായും ഓർപ്പിക്കുന്നത്. നാം എല്ലാവരും രോഗഗ്രസ്തരാണ്. നമുക്ക് ആവശ്യം കർത്താവിൻ്റെ സൗഖ്യ സ്പർശനമാണ്. Ours is a wounded world and what we need is a healing touch. നമ്മളെല്ലാവരും അപൂർണരാണ്, നമ്മളെല്ലാവരും കുറവുള്ളവരാണ്, നമുക്കെല്ലാവർക്കും സൗഖ്യം ആവശ്യമാണ് എന്ന് നോമ്പിലെ ധ്യാനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇതായി മാറട്ടെ: കർത്താവേ, എനിക്ക് സൗഖ്യം ആവശ്യമാണ്. വൈകല്യങ്ങളും പരിമിതികളും എനിക്കുണ്ട്. എൻ്റെ മനസ്സിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ ആത്മാവിന് പരിപൂർണമായ സൗഖ്യവും പൂർണ്ണതയും നീ നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നോമ്പിലെ 2-ാം ഞായറാഴ്ച നമുക്ക് ധ്യാനത്തിനായി വിശുദ്ധ ഏവൻഗേലിയോനായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഞായറാഴ്ച നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം അപ്രകാരം അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തിയിരുന്നുവെന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് മാത്രമല്ല, സുവിശേഷ ഭാഗങ്ങൾ ഉടനീളം നാം കാണുന്നു. നോമ്പിൽ നാം ക്രിസ്തുവിന്റെ ജീവിതത്തോടും അവന്റെ സഹനങ്ങളോടും താതാത്മ്യപ്പെടണം എന്നുള്ള വലിയ ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ഈ സൗഖ്യദായക ശുശ്രൂഷ തീർച്ചയായും നമ്മെ എല്ലാവരെയും സ്വാധീനിക്കട്ടെ, വെല്ലുവിളിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 40-ാം വാക്യം മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ അതിന് തൊട്ടു മുകളിലുള്ള ഭാഗവും വായിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: കർത്താവായ യേശു ക്രിസ്തു അതിരാവിലെ എഴുന്നേറ്റ് നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥനയ്ക്കായി പോയി എന്ന്. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് ഒരുപാട് വീര്യപ്രവർത്തികൾ ചെയ്യുന്നൊരു ഒരു സമയമാണ്. അനേകർക്ക് സൗഖ്യം നൽകുന്നു, അനേകർക്ക് വിടുതൽ നൽകുന്നു. വളരെ തിരക്കിട്ട് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ തിരക്കുകളുടെ മധ്യേ നാം വായിക്കുന്നു, കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്കായി നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്നു, വാങ്ങിപ്പോകുന്നു, പ്രാർത്ഥനയിൽ കർത്താവ് ആയിരിക്കുന്നു എന്ന് കാണുകയാണ്. അതുകൊണ്ടാകണം ആ ദേശത്ത് തന്നെ തുടരുവാനുള്ള പ്രലോഭനം ശിഷ്യന്മാരിൽ നിന്നുണ്ടാകുമ്പോഴും കർത്താവ് പറയാണ്, മറ്റ് ഊരുകളിലും മറ്റ് പട്ടണങ്ങളിലും കടന്നു ചെല്ലുകയും ഈ സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കേണ്ടതുമാണ് എന്നുള്ള ഉൾക്കാഴ്ച കർത്താവിന് ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ തന്നെയാകണം. അതുകൊണ്ട് തൻ്റെ ആത്മീയ ചര്യകളിൽ നിന്നാണ് കർത്താവ് അനേകരെ ചേർത്തു പിടിക്കുന്ന, അനേകർക്ക് സൗഖ്യം നൽകുന്ന ശുശ്രൂഷയ്ക്കുള്ള ഉൾബലം പ്രാപിച്ചതെന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഈ ഭാഗത്തും അപ്രകാരം കർത്താവ് ഈ ഒരു കുഷ്ഠരോഗിയുമായുള്ള എൻകൗണ്ടറിലേക്ക് വരുന്നത് തീർച്ചയായും പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചയിലൂടെ മറ്റ് ഇടങ്ങളിലേക്ക് മാറി യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ഉൾക്കാഴ്ചകൾ സ്വീകരിച്ചതുകൊണ്ടാകണം. നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ധ്യാനങ്ങൾ, ദൈവവചന പഠനം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത്തരത്തിൽ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിന് നമ്മെ സഹായിക്കുന്നതായി തീരണം. വിവിധ ശുശ്രൂഷകൾക്കുള്ള ബലം നാം പ്രാപിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയാണ്. 50 ദിവസം നമ്മൾ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുമ്പോൾ അത് തീർച്ചയായും ലോകത്തിന് സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരണം എന്നുള്ള പ്രാർത്ഥന നമ്മെല്ലാവരെയും സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ടി പത്മനാഭന്റെ ചെറുകഥ നമുക്ക് വളരെ പരിചിതമാണ്. ഐസൊലേഷൻ വാർഡിൽ രാവും പകലും ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ. അയാൾ എങ്ങനെയാണ് ഇത്രമാത്രം ആളുകളെ ശുശ്രൂഷിക്കുന്നതെന്ന് എല്ലാവർക്കും ആശ്ചര്യമുണ്ടായി.
അവസാനം അവർ കണ്ടെത്തുകയാണ്, നേരം വൈകിയ നേരത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം അവർ കണ്ടെത്തുകയാണ്. അദ്ദേഹം ബൈബിൾ വായിക്കുകയായിരുന്നു, അദ്ദേഹം വേദപുസ്തകം വായിക്കുകയായിരുന്നു എന്ന്. അപ്രകാരം സമർപ്പിതമായ പ്രവർത്തനങ്ങൾക്കുള്ള ഉൾബലം അദ്ദേഹത്തിന് ലഭിക്കുന്നത് ദൈവവചന ധ്യാനത്തിലൂടെയാണ്. നോമ്പാചരണങ്ങൾ, ആത്മീയചര്യകൾ നമ്മെ കുറെ കൂടെ സമർപ്പിതമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. നമുക്കറിയാവുന്ന പോലെ വളരെ സാധാരണമായി കണ്ടുവരുന്ന പല ത്വക്ക് രോഗങ്ങളും കുഷ്ഠരോഗമായി മുദ്ര കുത്തുന്ന ഒരു കാലത്താണ് കർത്താവ് ഈ സൗഖ്യദായക ശുശ്രൂഷ നിർവഹിക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം അവർ ബഹിഷ്കൃതരായി തീരുകയാണ്. ഉറ്റവരെയും ഉടയവരെയും എല്ലാം അവർക്ക് നഷ്ടമാകുന്നു. അവർ അശുദ്ധരായിത്തീരുന്നു. സാമൂഹികമായും മതപരമായും തള്ളപ്പെട്ട സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേരുന്നു. മറ്റൊന്ന്, പാപം മൂലമാണ് ഈ രോഗം അവർക്ക് ഉണ്ടാകുന്നതെന്നുള്ള ചിന്ത അന്ന് വ്യാപകമായി ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും നിരാലംബരായി തീർന്ന ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്നുള്ള ഒരാളെ കർത്താവ് ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ ഈ എവൻഗേലിയോൻ ഭാഗത്ത് കാണുന്നത്. 3 ലളിതമായ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, അനീതിയോടും അനീതിയുടെ ഘടനകളോടുമുള്ള നിരന്തരമായ ചെറുത്തുനിൽപ്പാണ് ഒന്നാമതായി അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യായപ്രമാണ നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെ കർത്താവ് നിരന്തരമായി എല്ലാ കാലത്തും എതിർത്തിരുന്നുവെന്ന് വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങൾ ജനജീവിതങ്ങളെ ദുസ്സഹമാക്കുന്ന വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നാം ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിൽ കർത്താവിന് മനസ്സിൽ ഉണ്ടായി എന്നുള്ളതിന് പകരമായി കർത്താവ് കോപിഷ്ഠനായി, ഹി വാസ് മൂവ്ഡ് വിത്ത് ആങ്കർ എന്നാണ് വായിക്കുന്നത്. എന്താണ് കാരണം? ആ ഭാഗം വായിക്കുമ്പോൾ, ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ശുദ്ധനാകുക എന്നല്ല, മറിച്ച് ശുദ്ധീകരിക്കപ്പെട്ടവനായി എന്ന് പ്രഖ്യാപിക്കുന്നതാണ് പ്രധാനം. മത പുരോഹിതനാൽ നേതൃത്വത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളതാണ് സൗഖ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പുരോഹിതന്റെ സാക്ഷ്യ പത്രമാണ് ഏറ്റവും പ്രധാനം. അത് ചൂഷണത്തിനുള്ള ഉപാധിയായി തീരാനുള്ള സാധ്യത വല്ലാതെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് കർത്താവ് തീർച്ചയായും അതിനെക്കുറിച്ച് ആകുലനായിരുന്നു. കർത്താവ് കോപിക്കുകയാണ് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പുരോഹിതനെ പോയി കാണുന്നതിന് പകരം ജനങ്ങളോട് പോയി പറയുന്നതാണ്. നമ്മൾ ഈ മനുഷ്യൻ സൗഖ്യം ലഭിച്ചതിന് ശേഷം ജനങ്ങളോട് പോയി തനിക്ക് എങ്ങനെയാണ് സൗഖ്യം ലഭിച്ചത് എന്ന് പറയുന്നു എന്ന് കാണുകയാണ്. അതും ഒരു തരത്തിൽ ഈ അനീതി നിറഞ്ഞ ഘടനയോടുള്ള ഒരു പ്രതികരണമായി നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുമ്പോഴും കാണാൻ സാധിക്കും, അത്ഭുത പ്രവൃത്തികൾക്ക് ഒക്കെ ശേഷം ഒരു സംഘർഷത്തിലാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ തന്നെ പര്യവസാനിക്കുന്നത്. അടുത്തു വരുന്ന ഭാഗം 2-ാം അധ്യായത്തിൽ പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നിടത്തും ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ സൗഖ്യത്തോട് ചേർന്ന് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യത്വത്തിന് ഊന്നൽ നൽകുന്ന ഒരു സുവിശേഷമാണ് നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. അപ്പോൾ അനീതിയുടെ ഘടനകളോട് നിരന്തരം നമ്മൾ എതിർത്ത് നിൽക്കണമെന്നും പോരാടണമെന്നുള്ള വലിയ ആഹ്വാനമാണ് ഈ കാലത്തെ ശിഷ്യർക്ക് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ലഭ്യമാവുന്നത്. ഇത് നാം വല്ലാതെ അനീതികളോടും തിന്മകളോടും സമരസപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലമാണ്. നമ്മെ ബാധിക്കാത്തതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലയളവാണ്. നാം ഒരു കാര്യം ഓർക്കണം, ചരിത്രത്തിൽ വർഗ അസമത്വങ്ങളോട് നിരന്തരമായി കലഹിച്ചിരുന്നൊരു സഭയാണ് മാർത്തോമാ സഭ എന്നുള്ളത്. ജാതി വ്യവസ്ഥയോട് നിരന്തരമായി പോരാടുകയും വളരെ ധീരമായ നിലപാടുകളെടുത്ത സഭാ നേതൃത്വമുള്ള ഒരു സഭയാണ് നമ്മുടേത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഇത് നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണ്. നോമ്പാചരണങ്ങൾ, പ്രാർത്ഥനകളൊക്കെ നമ്മെ കുറെ കൂടെ കരുത്തരാക്കി തീർക്കുന്നതിന്, അനീതികളോട് സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെടുന്നതിന്, തെറ്റെന്ന് പറയുന്നുള്ള ആർജവം കാട്ടുന്നതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് അവഗണിക്കപ്പെട്ടവരോട് നാം താതാത്മ്യപ്പെടുന്നതും അവരെ ചേർത്ത് നിർത്തുന്നതും. 2, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ദൈവ മനസ്സ് നിറവേറ്റുന്നതാണ്. ദൈവ മനസ്സ് നിറവേറ്റുന്നത്.
ഇവിടെ കർത്താവിനോട് ഈ കുഷ്ഠരോഗി ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന്. കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. മനസ്സലിവിന്റെ ശുശ്രൂഷയാണ് ക്രിസ്തു ശുശ്രൂഷ. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്നത് കർത്താവിന്റെ മനസ്സലിഞ്ഞു എന്ന് നാം വായിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നു, ഒരു ഭവനത്തിന്റെ വേദനയിൽ കർത്താവ് കണ്ണീർ വാർക്കുന്നു. ഹൃദയ കാഠിന്യം ഉള്ളവരുടെ മധ്യേ, ഹൃദയം കഠിനമായി പോയവരുടെ ഇടയിൽ കർത്താവിന്റെ ശുശ്രൂഷ ഉള്ളലിയുന്ന ശുശ്രൂഷയാണ്. നോമ്പിന്റെ ദിനങ്ങൾ ഒക്കെ തന്നെ നമ്മെ കുറെ കൂടെ ആർദ്രതയുള്ളവരാക്കി തീർക്കുന്നതിനുള്ള പരിശീലനമാണ് നോമ്പിന്റെ ആചരണത്തിലൂടെ സാധിക്കേണ്ടത്. ഇത് ഒരു സ്വാഭാവിക പ്രതികരണമാണെന്ന് ഓർക്കണം. ഒരാളുടെ വേദനകൾ, ഒരാൾ കടന്നു പോകുന്ന സംഘർഷങ്ങൾ, ഒരാളുടെ പരിമിതികളൊക്കെ തന്നെ അതിൻ്റെ മധ്യേ സ്വാഭാവികമായ പ്രതികരണമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അന്ത്യ ന്യായവിസ്താരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, രോഗികളായിരുന്നവരെ പോയി കണ്ടവർ, തടവിലിരുന്നവരെ പോയി കണ്ടവർ, നഗ്നരെ ഉടുപ്പിച്ചവർ, അവർ പോലും അറിഞ്ഞില്ല അവരെപ്പോഴാണ് അത് ചെയ്തതെന്ന്. ഓരോ സാഹചര്യങ്ങളിൽ ഉരുത്തിരിയുന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യേ അറിയാതെ സ്വാഭാവികമായി സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതാണ് ഒരു ദൈവവൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അവിടെ ക്രിസ്തുവിന്റെ വേദനകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ പരിശീലനം. അവന്റെ മനസ്സ് തീർച്ചയായും അവഗണിക്കപ്പെട്ടവരോടും നിരാശയിലൂടെ കടന്നു പോകുന്നവരോടും ഒക്കെ അവരെക്കുറിച്ചുള്ള വലിയ വേദനയാണ് എന്ന് നാം മറന്നു പോകരുത്. മൂന്നാമതായി, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് സ്വയ നന്മകളെ പരിഗണിക്കാത്ത അപരോന്മുഖതയാണ്. യേശു ഇവിടെ നാം വായിക്കുന്നു, അശുദ്ധനായ ഒരാളെ സ്പർശിക്കുകയാണ്. അശുദ്ധനായ ഒരാളെ സ്പർശിക്കുന്നതിലൂടെ അന്നത്തെ നിയമപ്രകാരം കർത്താവ് അശുദ്ധനായി തീരും. എന്നാൽ ലോകം അയാളെ ഒരു കുഷ്ഠരോഗിയായി മാത്രം കാണുമ്പോൾ അയാളെ മനുഷ്യനായി കാണുവാൻ കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരുപക്ഷെ തൊടാതെയും കർത്താവിന് സൗഖ്യമാക്കാം, ഒരു വാക്ക് പറഞ്ഞാൽ മതിയാകും. എന്നാൽ കർത്താവ് കൈനീട്ടി ആ വ്യക്തിയെ തൊട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിലുള്ള ദൈവ തേജസ്സിനെയും കർത്താവ് ആദരിക്കുകയാണ്, മനുഷ്യ അന്തസ് ഉയർത്തിപ്പിടിക്കുകയാണ്. അതുമൂലം നഷ്ടങ്ങൾ കർത്താവിനുണ്ടാകുന്നുണ്ട്, ചില അസൗകര്യങ്ങൾ കർത്താവിന് സഹിക്കേണ്ടതായി വരുന്നുണ്ട്. ഒരുപക്ഷെ താൻ ആഗ്രഹിച്ച ചില ശുശ്രൂഷകൾ അല്ലെങ്കിൽ ചില ഇടങ്ങളിലേക്ക് പോകുന്നതിന് കർത്താവിന് കഴിയാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ, സഹാനുഭൂതിയോടെ പെരുമാറുക, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നൊക്കെ നാം പറയുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾക്കനുസൃതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചിലതൊക്കെ ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഏതറ്റം വരെയും പോകുന്നതിനും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരിയായി അപരനെ സ്നേഹിക്കുന്നതിനുമുള്ള വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് മറന്നു പോകരുത്. there was a risk involved. ഏതറ്റം വരെയും പോകുന്നതിന് ഉള്ള വലിയ വിളിയാണ് ശിഷ്യത്വം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം എന്ന് കർത്താവ് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതും ഇത് തന്നെയാണ്. സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം സൗകര്യങ്ങൾ ഒക്കെ മാറ്റിവെക്കുന്നതിനും കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കുന്നതുമാണ് ക്രൂശെടുക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും സംഭവിക്കേണ്ട കാര്യമാണ്. ഗ്രഹാം ഗ്രീൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, ദ പവർ ആൻഡ് ദ ഗ്ലോറി. അതിൽ അത്ര വിശുദ്ധിയൊന്നുമില്ലാത്ത ജീവൻ നയിക്കുന്ന ഒരു പുരോഹിതനാണ് പ്രധാന കഥാപാത്രമായി നാം കാണുന്നത്. ഒത്തിരി കുറവുള്ള മനുഷ്യനാണ്. മെക്സിക്കോയിൽ പുരോഹിതന്മാരെ ഇല്ലാതാക്കുന്ന വളരെ കിരാതമായ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഒന്നൊന്നായി പുരോഹിതർ ഇല്ലാതാകുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടോ ഇദ്ദേഹം ഓരോ തവണയും രക്ഷപ്പെട്ടു പോവുകയാണ്. അവസാനം ഇദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യുന്നതിനുള്ള ശ്രമമാണ്. ഒരാൾ മരണാസന്നനായി കിടക്കുന്നു എന്നുള്ള വാർത്ത അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയ അന്ത്യ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടതിന് ഒരു പുരോഹിതനെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ അവശേഷിക്കുന്ന ചുരുക്കം ചില പുരോഹിതന്മാരിൽ ഒരാളെന്ന നിലയിൽ ഇദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതിൽ ഒരു വലിയ കെണി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അപകടം ഉണ്ടെന്നും. പക്ഷേ തൻ്റെ പുരോഹിതനാണ് എന്ന തിരിച്ചറിവിൽ അദ്ദേഹം ഈ അന്ത്യ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായി പോവുകയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തെ പിടികൂടുകയും
വളരെ ദാരുണമായ അന്ത്യം അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്യുകയാണ്. പിടിക്കപ്പെടാൻ പോവുകയാണെന്നറിഞ്ഞിട്ടും ഇത് ദൈവം എന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം ആ ശുശ്രൂഷയ്ക്കായി പോകുന്നത് തീർച്ചയായും നമ്മയൊക്കെ വെല്ലുവിളിക്കണം. പ്രിയമുള്ളവരെ, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അങ്ങനെ ലളിതമായി പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല. അതിന് പിന്നിലെ നഷ്ടങ്ങൾ സഹിക്കുന്നതിനുള്ള ഒരു പരിശീലനം കൂടെ ഈ നോമ്പിലൂടെ സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.